ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഫയല് അത് ശരിയാവില്ല. സർ മറന്നു വെച്ച ഫയല് റിഹേഴ്സലൊക്കെ ചെയ്തിട്ടേ ഇതൊക്കെ നടന്നാ മതി. നടക്കും. ഈ ഫയലുണ്ടല്ലോ, ഈ ഒരൊറ്റ ഫയല് വെച്ചിട്ട് ഏത് വിധേനയും അർജുന്റെ പ്രീതി ഞാൻ പിടിച്ചു പറ്റും. ചിലപ്പോ ഈ റെക്കോർഡിന്റെ വേറൊരു കോപ്പി അവരുടെ കയ്യിലുണ്ടെങ്കിൽ നീ സ്വപ്നം കാണുന്നതൊക്കെ വെറുതെ ആവില്ല ഐശ്വര്യ. നിനക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടോ? ഉണ്ട്. എന്നാ അതേ ദൈവം കാണിച്ചെന്ന വഴിയാ ഇത്. അർജുന്റെ ഭാര്യ ഐശ്വര്യലക്ഷ്മി. അടുത്ത വർഷം ഇതേ സമയം ഞാൻ രമാനിലയത്തിലാവും ഉണ്ടാവാ. അർജുന്റെ ഭാര്യയായിട്ട്, രമാദേവിയുടെ മരുമകളായിട്ട്, നിന്റെയൊക്കെ മാഡമായിട്ട്. ഇത് ഐശ്വര്യലക്ഷ്മിയുടെ ഡ്രീം അല്ല, കോൺഫിഡൻസാ. നിന്റെ ഭാഷയിൽ പറഞ്ഞാൽ എന്റെ ഓവർ കോൺഫിഡൻസ്. സീതേ, നീ എന്താ ഇവിടെ? ഇതാരാ, മോളാണോ? ഞങ്ങള് ഒരാളെ അന്വേഷിച്ചു വന്നതാ. എന്റെ ഫോൺ മിസ്സായി പോയി. ചേച്ചിയുടെ അഡ്രസ്സും മാറി. ഇപ്പൊ എവിടെയാന്ന് അറിയില്ല. ഇവിടെ അടുത്ത വല്ലതും തന്നെ ചേച്ചി ഉണ്ടാവും. എന്തായാലും കണ്ടുപിടിച്ചേ പറ്റൂ. അതിപ്പോ എവിടെയാന്നും പറഞ്ഞ അന്വേഷിക്കുന്നത്? ഒരു കാര്യം ചെയ്യ്, തൽക്കാലം നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വാ. അവിടെ നിന്ന് നമുക്ക് അന്വേഷിക്കാം. അല്ല, എന്റെ അമ്മയെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? ഞാന് സീതയും അനാഥാലയത്തിൽ ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. സീത ശിവദാസനെ സ്നേഹിച്ച് കല്യാണം കഴിഞ്ഞു പോയി. എന്റെ ജീവിതം മറ്റൊരു വഴിക്കും പോയി. അതിനുശേഷം പിന്നെ ഇപ്പോഴാ കാണുന്നത്. ആ, നിങ്ങൾ വാ. ദേ, നിന്നെയും പ്രായമുള്ള മോളെയും ഉപേക്ഷിച്ചു പോകാൻ എനിക്ക് പറ്റില്ല. സാർ, അത് പിന്നെ സാറ് വന്നാലുടൻ ഫയല് സൈൻ ചെയ്താൽ മാത്രം മതി. അവരവിടെ വെയിറ്റ് ചെയ്യണം. സർ, എന്റെ പ്രോജക്റ്റ് എല്ലാവരും അംഗീകരിച്ചതിന് താങ്ക്സ്. അധികം വൈകാതെ തന്നെ ആദ്യഘട്ടം തുടങ്ങും. ആനന്ദ്, ആ സൈൻ ചെയ്യാനുള്ള ഫയൽ എടുത്തോളൂ. സർ, സൈൻ ചെയ്യേണ്ട ഫയല് സാറിന്റെ. ഇപ്പോ രാഹുകാലാണല്ലോ, അത് കഴിഞ്ഞ് സൈൻ ചെയ്യാം. സാറിന് ഈ രാഹുകാലത്തിലൊക്കെ വിശ്വാസമുണ്ടോ? അതിപ്പോ നമ്മൾ പുതിയൊരു പ്രോജക്റ്റ് തുടങ്ങാൻ പോവല്ലേ, അപ്പോ ഒരു തരത്തിലുള്ള നെഗറ്റീവ് എനർജിയും അതിനെ ബാധിക്കാൻ പാടില്ല. അത്രേ ഉള്ളൂ. ഒരു 5 minutes, ഐ വിൽ ബി ബാക്ക്. ആനന്ദ് സർ, ഞാൻ എന്താ വരുന്നു. ഓക്കെ സർ. സാർ, കാറിലെ ഒരു ഇമ്പോർട്ടന്റ് ഫയൽ ഇരിപ്പുണ്ട്, അതെടുത്തോണ്ട് വേഗം വന്നേ. ശരി സാർ. സാർ, കാറിൽ ഫയലൊന്നും കാണാനില്ല സാർ. കാണുന്നില്ലെന്നോ? അത് കാറിൽ തന്നെ ഉണ്ടാവും. താനൊന്ന് ശരിക്കും നോക്കി. ഞാൻ എല്ലായിടവും നോക്കി സാർ, പക്ഷേ ഫയലില്ല. അത് പിന്നെ ഇങ്ങോട്ട് പോയി. ഹലോ സാർ, സാറിനെ ഏൽപ്പിക്കാൻ ഒരു പെൺകുട്ടി ഫയല് തന്നിട്ട് പോയി. ഫയലോ? അവരോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഞാനിതാ വരുന്നു. ഓക്കെ സാർ, ഓക്കെ. ഇതാ സാർ ഫയൽ. ഇതാരാ ഇവിടെ കൊണ്ടുവന്നേ? ദാ സാർ, ആ പെൺകുട്ടിയാ.
സാർ ഇത് ഫ്ലൈറ്റിൽ വെച്ച് മറന്നതാ. ഇമ്പോർട്ടന്റ് ഫയലാന്ന് തോന്നി, അതാ ഞാൻ തന്നെ കൊണ്ടുവന്നത്. താങ്ക് യു സോ മച്ച്. വലിയൊരു ടെൻഷനാ താൻ കാരണം മാറിയത്. ഈ ഉപകാരത്തിന്റെ വില എന്താന്ന് തനിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. ഞാൻ എന്റെ കടമ ചെയ്തെന്നേ ഉള്ളൂ സാർ. എന്നാലും ഈ വലിയ കാര്യത്തിന് എന്ത് ഗിഫ്റ്റാ വേണ്ടത്? അയ്യോ സാർ, എനിക്ക് ഗിഫ്റ്റ് ഒന്നും തന്ന് എന്നെ ചെറുതാക്കി കളയല്ലേ. എങ്കിൽ ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ഐശ്വര്യ, ഇത്രയും വലിയൊരു കാര്യം ചെയ്തിട്ട് താനങ്ങനെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പോയാ എനിക്ക് സമാധാനം കിട്ടില്ല. കഫ്തേരിയിൽ പോയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു കോഫി. സാർ ഇപ്പൊ പറഞ്ഞു നോക്കിയേ, പക്ഷെ സാറിനൊന്ന് മീറ്റിംഗ് ഉള്ളതല്ലേ. നമുക്ക് വേറൊരു ദിവസം ആവാം. സാർ എപ്പോഴാ ഫ്രീ ആന്ന് വെച്ചാ പറഞ്ഞാ മതി, ഞാൻ വരാം. എങ്കിൽ ഞാനിപ്പോ ഇറങ്ങട്ടെ സാർ. ബൈ. ഇരുപത്തിനാല് മണിക്കൂറിലേറെയായി ഞാൻ മണിമാല കയ്യിൽ കിട്ടുന്നത് സ്വപ്നവും കണ്ടിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. നിനക്ക് പറ്റില്ലായിരുന്നെങ്കിൽ നീ എന്നോട് പറഞ്ഞാ പോരായിരുന്നോ? നല്ല വെടിപ്പായിട്ട് ഈ പണി ചെയ്യാൻ അറിയുന്ന ആളുകള് എന്റെ കൂടെയുണ്ട്. ചേച്ചി, അവരിങ്ങനൊരു പരിപാടി കാണിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ അവരെന്ന് പറയുന്നത് ഒരു വേലക്കാരനും അയാളുടെ ഭാര്യയും ഒരു നരുന്ത് പെണ്ണുമല്ലേ. ആ മൂന്നെണ്ണത്തിനെ പിടിക്കാൻ ഇനിയും നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അത് നീ എന്നോട് പറ, ഞാൻ തരാം. പക്ഷേ മണിമാല അത് എന്റെ കയ്യിൽ കിട്ടണം, എത്രയും വേഗം. ചേച്ചിക്കും അറിയാമല്ലോ ആ മാലയുടെ ശക്തി. അർഹതപ്പെടുന്നവരുടെ കയ്യിൽ മാത്രമേ ആ മാല ഉണ്ടാവൂ. ചേച്ചിക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ ഇനി ആരൊക്കെ തടഞ്ഞാലും ശരി, മണിമാല ചേച്ചിയുടെ അടുത്ത് തന്നെ എത്തും. എനിക്ക് തോന്നുന്നത് അത് കൈ കിട്ടാനാ ഇപ്പൊ വൈകുന്നതെന്ന്. ഏത് തടസ്സവും തള്ളിക്കളഞ്ഞ് ചേച്ചിക്ക് ആ മണിമാല കിട്ടും. എന്റെ അമ്മേ, ഇത് വീടാണോ അതോ കൊട്ടാരാണോ?